അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവെന്താണ്? പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം യാഥാർത്ഥ്യമാണ് എന്നുള്ളതിൻ്റെ തെളിവെന്താണെന്ന് ചോദിക്കുന്നവരോട്, മഹാനായ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തുണ്ടായിരുന്ന ഫിറഔൻ എന്ന് പറയുന്ന ഇന്നത്തെ ഈജിപ്ത്, മിസ്ർ അടക്കി ഭരിച്ചിരുന്ന ഒരു ഏകാധിപതി ഉണ്ടായിരുന്നു. ഫിറഔൻ പറയുകയാണ്, അനാ റബ്ബുക്കുമുൽ അഅല, ഞാനാണ് നിങ്ങളുടെ ഏറ്റവും ഉയർന്നവനായ രക്ഷിതാവെന്ന് ഫിറഔൻ പറയുകയാണ്. അങ്ങനെയുണ്ടായിരുന്ന ഫിറഔൻ അവസാനം ആ ഫിറഔൻ്റെ അവസ്ഥ എത്ര ദയനീയമായിരുന്നു. അള്ളാഹുവേ, ഞാൻ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ട് വിശ്വസിച്ചു, ഞാൻ മുസ്ലിങ്ങളിൽ നിന്നാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പറയുകയാണ്. അങ്ങനെ അവസാനം ചെങ്കടലിൽ ഫിറഔൻ മുങ്ങി മരിക്കുകയാണ്. വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്കുകയാണെങ്കിൽ വ്യക്തമായ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അള്ളാഹു ആ സമയത്ത് ഫിറഔനോട് പറഞ്ഞു, ഫിറഔൻ, നിൻ്റെ ശരീരത്തെ ഞാൻ നശിപ്പിച്ച് കളയുകയില്ല, നിൻ്റെ ശരീരത്തെ നാം സംരക്ഷിക്കും. അത് നിനക്ക് ശേഷം വരുന്ന സമുദായങ്ങൾക്ക്, ആളുകൾക്ക് കാണുന്നതിന് വേണ്ടിയും അതിനൊരു ഹുജ്ജത്തായി, ഒരു തെളിവായി, ഒരു ദൃഷ്ടാന്തമാകുന്നതിന് വേണ്ടിയാണ് ഫിറഔൻ, ഒരു ഗുണപാഠം അവർ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയാണ് ഫിറഔനെ ഞാൻ ഇപ്രകാരം ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇന്ന് ഈജിപ്തിൽ ഫിറഔനിൻ്റെ ബോഡി മ്യൂസിയത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. എന്തുകൊണ്ടാണ് ഫിറഔൻ മരിക്കാനുള്ള കാരണമെന്ന് അന്വേഷിച്ചപ്പോൾ വ്യക്തമായി ഫിറഔനിൻ്റെ ബോഡിയിൽ ജലാംശം ഉണ്ടെന്നാണ് അവർക്ക് കിട്ടിയ റിപ്പോർട്ട്. പ്രിയമുള്ളവരെ, കേവലം ഒന്ന് മാത്രമല്ല, ചേരമാൻ്റെ സംഭവം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ കൊടുങ്ങല്ലൂരിലെ ചേരമാൻ പള്ളി, ചേരമാൻ ജുമാ മസ്ജിദ്, ആ ചേരമാൻ ജുമാ മസ്ജിദിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രിയമുള്ളവരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. ചേരമാൻ രാജാവ് കണ്ട അത്ഭുതം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ കാണിച്ചു കൊടുക്കുകയാണ്. അദ്ദേഹം ആകാശത്തേക്ക് നോക്കിയപ്പോൾ അവിടെ നിന്ന് ചന്ദ്രൻ രണ്ടായി പിളരുന്നത് പോലെ രണ്ടായി പിളർന്നു വരികയാണ്. അതിൻ്റെ ആ ചന്ദ്രൻ്റെ സെൻറ്റർ മധ്യഭാഗത്തിൽ ഒരു വളവ് അല്ലെങ്കിൽ ഒരു നേർപകുതിയാകുന്ന പോലെ അദ്ദേഹം കാണുകയാണ്. അദ്ദേഹം ഇതിനെപ്പറ്റി അന്വേഷിക്കുകയും ഇത് വലിയൊരു അത്ഭുതമാണ്. കാരണം ചന്ദ്രൻ എങ്ങനെയാണ് ഇപ്രകാരം രണ്ടായി പിളരുക? എങ്ങനെയാണ് ചന്ദ്രൻ പിളരുക? ഇത് കണ്ട ചേരമാൻ ഇതിനെപ്പറ്റി അന്വേഷിക്കുകയും അതിൻ്റെ ഹിസ്റ്ററി നോക്കുകയാണ്. ഒരുപാട് നമുക്ക് വിശദീകരിച്ച് പറയാനുണ്ട്. അങ്ങനെ ചേരമാൻ ജുമാ മസ്ജിദ് എന്ന് പറയുന്ന പള്ളി, ഇന്നത്തെ കൊടുങ്ങല്ലൂരിലുള്ള പള്ളി, പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ റസൂലായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം ചെയ്തത്. ചന്ദ്രനെ അള്ളാഹുവിൻ്റെ റസൂൽ രണ്ടായി പിളർക്കുകയാണ്. ഇന്ന് നാസ അവർ പോയപ്പോൾ അവർക്ക് അത്ഭുതമായി. കാരണം ഈ ചന്ദ്രനിലൊരു പാട്, അത് രണ്ടായി പിളർന്നു എന്നതിൻ്റെ ഒരു അടയാളം അവിടെ കാണാൻ വേണ്ടി സാധിക്കും. പ്രിയമുള്ളവരെ, അത് 1400 വർഷങ്ങൾ മുമ്പ് അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിളർന്ന അടയാളമാണ്. അത് വലിയൊരു അടയാളമാണ് പ്രിയമുള്ളവരെ. ഇതുകൊണ്ടൊന്നും കഴിയുന്നില്ല. ഒരുപാട് ഇന്ന് സയൻറ്റിസ്റ്റുമാർ, ഇന്ന് ലോകം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെ പറഞ്ഞു, എങ്ങനെ കൃത്യമായി പറഞ്ഞു എന്നുള്ളത് ബുദ്ധിയുള്ള ഏത് മനുഷ്യന്മാർക്കാണെങ്കിലും ഒന്നര നിമിഷം ആലോചിച്ച് നോക്കിയാൽ മതി. ഇന്ന് ലോകം ഓരോ കാര്യങ്ങളും സാധനങ്ങളും കണ്ടുപിടിക്കുന്നു. അതെത്രയോ വർഷങ്ങൾ മുമ്പ്, 1400 വർഷങ്ങൾ മുമ്പ് വിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു. വിശുദ്ധമായ ഖുർആൻ എത്രമാത്രം അത് പ്രവചിച്ചിട്ടുണ്ട്, എത്രമാത്രമാണ് ആ ഖുർആനിൽ അത് ഇതിനേക്കാൾ വ്യക്തമായി തന്നെ വിശുദ്ധ ഖുർആനിൽ പറയുന്നത്. എന്തിനാ നാം ഒന്ന് നോക്കിയാൽ മതി. എൻ്റെ പ്രിയമുള്ളവരെ, ഇതെല്ലാം അറിഞ്ഞിട്ടും വിശുദ്ധ ഖുർആനെക്കുറിച്ച് നേരാവണ്ണം പഠിക്കാതെ ഇസ്ലാം എൻ്റെ യാഥാർത്ഥ്യമാണ് എന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടെന്നുള്ളതിന് തെളിവെന്താണ് എന്നൊക്കെ ചോദിക്കുന്നവരോടാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. ഊസിക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.